ഹേ ഗായ്സ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കുറച്ച് പേഴ്സണൽ റീസൺസ് ഒക്കെ കൊണ്ടാണ്. അതെന്തായാലും എനിക്ക് യൂട്യൂബിൽ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് കാരണം ഞാൻ സ്കൂളിലും പോയിട്ടുണ്ടായിരുന്നില്ല 2 ആഴ്ചത്തോളം. പിന്നെ എൻ്റെ എക്സാമും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ 2 എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ എക്കണോമിക്സും ബിസിനസ്സും. പിന്നെ അതിൻ്റെ റീടെസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും എനിക്ക് ഓഗസ്റ്റ് 1ും 2ും എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അത് രണ്ടും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. 1ും 2ും ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു, അത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരാഴ്ചത്തോളം ഞാൻ സ്കൂളിൽ പോയില്ല. പിന്നെ അതിന് ശേഷം സ്കൂളിൽ പോയിട്ട് ഞാൻ റീടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അക്കൗണ്ടൻസിയുടെ മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അക്കൗണ്ടൻസിയുടേതും ഇംഗ്ലീഷിൻ്റെതും IP-യുടേതും, ഇത് മൂന്നുമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അക്കൗണ്ടൻസിക്ക് എനിക്ക് 40ൽ 30 കിട്ടിയത്. ആൻഡ് മാർക്കിൽ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയാം, കുറച്ചൊക്കെ. പിന്നെ ഞാൻ ഒരു 33, 34 പ്രതീക്ഷയാണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ എനിക്ക് കിട്ടിയത് ഇംഗ്ലീഷിനാണ്. ഇംഗ്ലീഷിൽ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള മാർക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഇത്രയും മാർക്ക് കുറയുമെന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സബ്ജക്റ്റ് ആയിരുന്നു ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിന് എനിക്ക് ഈ പ്രാവശ്യം 22 കിട്ടിയുള്ളൂ. അത് 40ൽ 22 എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര കുറവാണ്. അതായത് പകുതിയെക്കാട്ടും കുറച്ചും കൂടെ കൂടുതൽ കിട്ടിയെന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള മാർക്ക് എനിക്ക് ഇംഗ്ലീഷാണ്. പിന്നെ എനിക്ക് കിട്ടിയത് IP-ക്കാണ്. IP എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റാണ്, കാരണം ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളത്. അപ്പോൾ ഈ ഒരു മാർക്ക് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തന്നെ പറയാം. എനിക്ക് 23 കിട്ടിയത്. ഞാൻ കുഴപ്പമില്ല, ഇംഗ്ലീഷിനെക്കാട്ടും കൂടുതൽ മാർക്ക് എന്നാലും എനിക്ക് IP-ക്ക് കിട്ടി. അപ്പോൾ ഇംഗ്ലീഷിൽ ആണ് എനിക്ക് ഏറ്റവും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള മാർക്ക് കിട്ടിയത്. ഞാൻ 10th വരെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, ഏറ്റവും എൻ്റെ ഹൈ സ്കോർ എപ്പോഴും ഇംഗ്ലീഷിനായിരിക്കും. പിന്നെ 10th-ലായാലും എനിക്ക് A1 കിട്ടിയത് ഇംഗ്ലീഷിനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 11th ഇംഗ്ലീഷ് ഞാൻ വിചാരിച്ചതുപോലെ അല്ല. 11th ഞാൻ 10th കണ്ട പോലെ തന്നെ ആ രീതിയിലാണ് സ്റ്റാർട്ടിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ മനസ്സിലായി കുറച്ചും കൂടെ നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് എന്ന രീതി മനസ്സിലായി. കാരണം ടീച്ചേഴ്സൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിനെ കൂടെ എടുക്കാമെന്ന്. പിന്നെ ഇംഗ്ലീഷ് ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ പഠിച്ചിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ലെക്ചേഴ്സ് കേട്ടിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. സാധാരണ അങ്ങനെ ചെയ്യാത്തതാണ്. പക്ഷേ ഇംഗ്ലീഷിന് ഞാൻ ഈ പ്രാവശ്യത്തെ എക്സാമിനൊക്കെ പോയപ്പോഴേക്കും അത്യാവശ്യം ഗ്രാമർ പുതിയതായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നോട്ട് മേക്കിങ്ങും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തോ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇനി ഇംഗ്ലീഷിനും കുറച്ചും കൂടെ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഇത്ര മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുക. അപ്പോൾ ഇവിടെ എന്തായാലും ഞാൻ അക്കൗണ്ടൻസിയുടെ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അക്കൗണ്ടൻസിയുടെ നോട്ട് എഴുതൽ എന്താ വെച്ചാൽ, ഞാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ സ്കൂളിൽ. ഒരാഴ്ചത്തോളം എന്തായാലും പോയിട്ടുണ്ടായിരുന്നില്ല. ഒരാഴ്ച കംപ്ലീറ്റ് പോയില്ല. പിന്നെ 2ാമത്തെ ആഴ്ച കുറച്ച് പോയി, കുറച്ചും കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എഴുതിയെടുക്കാനായിട്ട്, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ നാട്ടിൽ നിന്ന് തന്നെ എഴുതിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല, കാരണം ഇത്രത്തോളം നമ്മൾ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്ന സമയത്ത് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് ഫ്രം സ്ക്രാച്ച് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റഡീസ് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അക്കൗണ്ടൻസി പോലും എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷ് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒന്നും എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല പഠിപ്പിക്കുന്നതൊക്കെ. അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ തന്നെ അത് ശരിയാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യണം, പ്രോപ്പറായിട്ട് സ്റ്റഡി പ്ലാനൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങണം. എന്നാലേ എനിക്ക് എല്ലാം പെട്ടെന്ന് എല്ലാം സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ഹാഫ് ഇയർലി വരാൻ പോവാണ്. ഹാഫ് ഇയർലി ഒക്ടോബറിലാണ് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ 4th തൊട്ടാന്ന് തോന്നുന്നു ഞങ്ങളുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഏതായാലും സെപ്റ്റംബർ 2 ഓണം സെലിബ്രേഷൻ ആണ്. അതിനുശേഷം സെപ്റ്റംബർ 3 ടീച്ചേഴ്സ് ഡേയുടെ സെലിബ്രേഷൻ. പിന്നെ 4th തൊട്ടാന്ന് തോന്നുന്നു അവധി വരുന്നത്. ഞങ്ങൾക്ക് 10 ദിവസം കണ്ട് അവധി ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മിക്കവാറും എക്സാം ആയിരിക്കും. ഞങ്ങളുടെ എക്സാം ഒക്ടോബർ ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.